ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന 2024 QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഓൾമോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോറിലേഷൻ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കോറിലേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് വേരിയബിൾ തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണ്, അസോസിയേറ്റഡ് ആണ് എന്ന് കാണിക്കുന്നതിന് തന്നെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെ കോറിലേഷനിൽ. സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുമ്പം അതിങ്ങനെ എന്താണ്, ഒന്നൊന്നും തുടങ്ങി രണ്ടാമത്തെ സ്റ്റേജിലൂടെ പോയി അങ്ങനെ ഓരോ സ്റ്റേജസ് കടന്നുകൊണ്ട് വീണ്ടും അതിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് സൈക്ലിക്കൽ വേരിയേഷൻ. അതായത് ടൈം സീരീസ് അനാലിസിസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ട്രെൻഡുകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ എന്താണെന്നുള്ള ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നിരിക്കുന്ന പ്രൈസ് ലെവലിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലോ ഒക്കെ വരുന്ന ആ വേരിയേഷൻസും അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് അറിയാനൊക്കെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോറിലേഷൻ്റെ ഡിഫറെൻറ്റ് സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷനിൽ ഒരു സൈഡിൽ ഒരു കോറിലേഷൻ ഒരു വേരിയബിൾ മാത്രവും മറ്റേ സൈഡിൽ രണ്ടിലധികം വേരിയബിൾസ് ഉണ്ടാവുകയും അവ തമ്മിലുള്ള റിലേഷനാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുന്നുണ്ട്. രണ്ട് ഈവൻറ്റുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ് എ ഈസ് ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബി ഹാപ്പൻ ചെയ്ത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഒരു കണ്ടീഷൻ്റെ ബേസിലാണ് അവിടെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ബേസ് തിയറം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോയിൻ്റാണ് എന്താണ് ബേസ് തിയറം എന്നുള്ളത്. പിന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച രണ്ട് ഡിസ്ട്രിബ്യൂഷനാണ് ഡിസ്ക്രീറ്റിലെ ബൈനോമിയലും പോയിസണിൽ വരുന്നത്. ഫ്രീക്വൻസിയുടെ ബേസിൽ ഇക്വേഷൻ്റെ ബേസിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണത്. അപ്പോൾ ബൈനോമിയൽ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ആ ബൈനോമിയൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ പറഞ്ഞതാണ്. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു കോറിലേഷൻ R എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ തന്നെയാണ് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷനും പോസിറ്റീവ് കോറിലേഷനും R എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നതെങ്കിൽ അത് പെർഫെക്റ്റ് കോറിലേഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ എന്താണെന്നുള്ളത്. അപ്പം ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നത് മെഷർ ചെയ്യാനാണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. കുറേ വർഷത്തെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റീസ് തരും. അപ്പോൾ ആ ഓരോ വർഷവും എത്ര ക്വാണ്ടിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു അവ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റിയിലെ ടേംസ് പഠിക്കുന്ന സമയത്ത് ഒരു 18 പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണെന്നുള്ള പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്, ഏതെങ്കിലും ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഈവൻറ്റിന് അവിടെ സംഭവിക്കാൻ ചാൻസ് കിട്ടാതിരിക്കുന്നൊരവസ്ഥയാണ് ഇത് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ മൂവിങ് ആവറേജ് ആണ്. നമ്മൾ ആ ഡിഫറെൻറ്റ് മെത്തേഡുകൾ പഠിച്ച സമയത്ത് പറഞ്ഞു മൂവിങ് ആവറേജ്, 3 ഇയർലി മൂവിങ് ആവറേജ്, 5 ഇയർലി മൂവിങ് ആവറേജ് അല്ലേ, അതൊക്കെ കാണുന്ന രീതിയാണ് മൂവിങ് ആവറേജിൽ പറയുന്നത്. റിഗ്രഷൻ ലൈൻ ഉണ്ട്, 2 ലൈൻസ് ഉണ്ട്, എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ആണ്. അപ്പോൾ ആ റിഗ്രഷൻ ലൈൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ 4 മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ ഫസ്റ്റിലത്തെ 2 മെത്തേഡ്, അതായത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് റിലേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഗ്രിഗേറ്റ് ഓഫ് പ്രൈസസ് ഓഫ് ഓൾ ദ കമ്മോഡിറ്റീസ് ഇൻ ദ കറണ്ട് ഇയർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ വർഷങ്ങളിൽ എല്ലാ കമ്മോഡിറ്റീസിനെയും എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്, പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ബേസ് ഇയറും ഉണ്ടായിരിക്കും, ബാക്കിയുള്ള ഇയേഴ്സും ഉണ്ടായിരിക്കും. ആ ഇയറിൽ അതിനെ അഗ്രിഗേറ്റിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ പെർസെൻറ്റേജിലേക്കാണ് കൺവേർട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇതിനെ തന്നെയാണ് അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 16th ക്വസ്റ്റ്യനിൽ സെക്ഷൻ ബിയിൽ പറയുന്ന വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് ദ ലീസ്റ്റ് വൺ ഹെഡ് സൈമൾട്ടേനിയസ് ടോസ് ഓഫ് 2 അൺബയാസ്ഡ് കോയിൻസ്. ഒരേ സമയം 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഇൻ ദ സൈമൾട്ടേനിയസ് ടോസ് എന്നാണ് പറഞ്ഞത്. 2 കോയിനും ഒരേ സമയം ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നിലെങ്കിലും 1 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പം അത് ഒരു വേരിയബിൾ കൂടിക്കൊണ്ടിരിക്കുമ്പം അതേ സമയം അതേ അളവിൽ തന്നെ മറ്റൊരു വേരിയബിളിനെയും അത് അഫക്റ്റ് ചെയ്യുകയും അതേ അളവിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിൾ കൂടിക്കൊണ്ടിരിക്കുക, അതിന് അനുസൃതമായിട്ട് തന്നെ മറ്റേ വേരിയബിൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുമ്പം കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇയറും സപ്ലൈയും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. നമുക്ക് ആ ചിഹ്നങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. ഇക്വേഷൻ ഉണ്ട്, ആർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n/n റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും 20ാമത്തെ ക്വസ്റ്റ്യനിൽ വെൻ ഡയഗ്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ട് ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. അത് വെച്ചുകൊണ്ട് 2013ഉം 15ഉം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ 22nd ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഇതെല്ലാം ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്, പ്രോബബിൾ എററും സ്റ്റാൻഡേർഡ് എററും കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് 23rd ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിൽ ആ ചാപ്റ്ററിൽ വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ മെഷറിങ് കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ, സ്കാറ്റർ ഡയഗ്രവും കോറിലേഷൻ ഗ്രാഫും അതേപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും, ഇതാണ് പ്രധാനമായിട്ട് ആ 3 മെത്തേഡ് വരുന്നത്. അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലാണ് ആ കാൽ പിയേഴ്സൺസും റാങ്കിങ് മെത്തേഡും അതേപോലെ തന്നെ കൺകറൻറ്റ് മെത്തേഡൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ 25ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് റിഗ്രഷൻ ലൈൻസ് BYXും BXYയും കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 24 ആണെങ്കിൽ Y എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 26ാമത്തെ വളരെ സിമ്പിളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും, ഒരു സംശയമില്ല, ഒരു മാറ്റമില്ലാതെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 27th ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 2010ലെയും 12ലെയും പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് 4 മെത്തേഡ് ചെയ്യാനാണ് പറഞ്ഞത്. ലാസ്പെയറിൻ്റെയും പാസ്റ്റയുടെയും ബൗളീസിൻ്റെയും ഫിഷേഴ്സിൻ്റെ മെത്തേഡുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വൈസ് തന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് 19th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ് വാല്യൂവും വൈ വാല്യൂസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും എത്രത്തോളം ഇൻക്രീസ്, ഇവിടെ പ്ലസും മൈനസിനെ ബേസ് ചെയ്തിട്ടാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് 160 ആണ്, രണ്ടാമത്തെ വാല്യൂ 164. ആദ്യത്തെ വാല്യൂസിനൊന്നും നമ്മളൊരു ചേഞ്ചും കാണിക്കില്ല, അവിടെയൊക്കെ ഡാഷ് ഇട്ട് പോവുക. 160 164 ആയപ്പോൾ അവിടെ കൂടുകയല്ലേ ചെയ്ത്, അപ്പോൾ പ്ലസ് ഒന്ന് ഇടുക. അങ്ങനെ 164 172ലേക്ക് വന്നപ്പോൾ വീണ്ടും പ്ലസ്. ഇനി ഇവിടെ എത്തുമ്പോൾ നോക്കൂ, 182 ഉള്ളത് 166 കുറഞ്ഞു, അപ്പോൾ അവിടെ മൈനസ് കൊടുത്തു. അങ്ങനെയാണ് ഈ DXൻ്റെ വാല്യൂസ് എല്ലാം ചെയ്ത്. ഇനി DYയുടെ വാല്യൂസ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ 292 നമ്മൾ ഒന്നും ചെയ്യില്ല. 292 നിന്ന് 280 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ അതിന് നേരെ മൈനസ് എന്നുള്ള ചിഹ്നം കൊടുത്തു. 280 260 വീണ്ടും കുറഞ്ഞു, അപ്പോൾ മൈനസ് കൊടുത്തു.
അപ്പോൾ കൂടുമ്പോൾ കൂട്ടുകയും കുറയുമ്പോൾ കുറയ്ക്കുകയും ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഇതിലെല്ലാം ഇട്ട് വന്നത്. മൂന്നാമത്തെ കോളം ഡി എക്സിനെയും ഡി വൈയും കൂടി ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, അങ്ങനെ നമ്മൾ ആ റൂൾ പ്രകാരം നോക്കിയിട്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ നമുക്കിവിടെ ഒന്നും പോസിറ്റീവ് സൈനുള്ള ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 0 ആണ് വരേണ്ടത്. നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n. ഈ c എന്ന് പറയുന്നത് എത്ര പോസിറ്റീവ് സൈൻ കിട്ടിയെന്നാണ്. പക്ഷെ നമുക്കിവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ 2 ഇൻറ്റു 0 മൈനസ് 8/8. ഈ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, 1 2 3 4 5 6 7 8 9 ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ അത് കൂട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര എടുക്കുന്നുള്ളൂ? 8 എണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്കിത് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അതിന് ഇക്വേഷനിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയതാണ് √1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 6 എന്ന് പറയുന്നത്, അതായത് ഈ 2c എന്ന് പറയുന്നത് n-നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 0 0 ആണ് അല്ലേ? അപ്പോൾ ആ 0 എന്ന് പറയുന്നത് 8-നേക്കാൾ കുറവാണ്. അപ്പോൾ 8-നേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചിഹ്നം ചേർക്കണം? അവിടെ മൈനസ് ഫിഗർ ചേർക്കണം. ഇങ്ങനെയാണ് റൂള്. 2c എന്ന് പറയുന്നത് 8-നേക്കാൾ കുറവാണെങ്കിൽ നെഗറ്റീവ്, 2c എന്ന് പറയുന്നത് 8-നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താ? പോസിറ്റീവ് സൈന്. ഇങ്ങനെയാണ് ആൻസറിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് √1 എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ മൈനസ് ഫിഗർ കൊടുത്തു. ഇങ്ങനെയാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 60 പേര് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് പേഴ്സൺസ് 35 പേര് ഇംഗ്ലീഷ് സംസാരിക്കും, 40 പേര് മലയാളം സംസാരിക്കും, 2 ഭാഷ അറിയുന്ന ആളുകൾ 20 പേരുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും അറിയുന്ന എത്ര ആളുകളുണ്ട് ഇതിൽ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തേൽ പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ഒരു ഭാഷയും അറിയാത്ത ആളുകൾ എത്ര പേരുണ്ടെന്ന്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെൻ ഡയഗ്രത്തിലൂടെ തന്നെ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മെത്തേഡിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എളുപ്പം മനസ്സിലാവാൻ വേണ്ടി വെൻ ഡയഗ്രാണ് വരച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഇത് നമ്മളൊരു റൗണ്ട് ആദ്യം വരച്ചു. 35 പറയുമ്പം ഇവിടെ 15ഉം ഇവിടെ 20ഉം. എന്തുകൊണ്ടാണ് ഇവിടെ 20 വരാൻ കാരണം? നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ 20 പേര് എന്ന് പറയുന്നത് 2 ഭാഷയും സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് മൊത്തം ഇംഗ്ലീഷിന്റെ റൗണ്ടും ഇത് മലയാളത്തിൻ്റെയാണ്. പക്ഷേ മലയാളം ഇംഗ്ലീഷും അറിയുന്ന ആളുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ മിഡിലിൽ 20 എന്ന് കാണിച്ചു. ചിത്രം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒരു ഭാഗം വെച്ച് നോക്കൂ. ഈ മലയാളം എന്നുള്ള റൗണ്ട് മാത്രം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേരെ കിട്ടി? 20 + 20 40. അപ്പോൾ കറക്റ്റ് അല്ലേ? 40 പേരാണ് നമ്മുടെ കയ്യിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത് എന്ന് പറയുമ്പം അവിടെ എന്താ? 15 പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. പക്ഷേ 15ൻ്റെ ഒപ്പം ഒരു 20 പേർ കൂടി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ എങ്ങനെയാണ്? ഈ 20 എന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ കോമൺ. അപ്പോൾ ഇംഗ്ലീഷിന്റെ റൗണ്ട് എടുത്ത് നോക്കൂ. വെറും ഇംഗ്ലീഷിന്റെ ഈ റൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര? 20ഉം 10ഉം 35. അപ്പോൾ കറക്റ്റ് അല്ലേ? കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 35 പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ 40 പേരാണ് മലയാളം സംസാരിക്കുന്നത്. എന്നാൽ ഇവരിൽ 20 പേര് 2 ഭാഷയും സംസാരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട്? നമുക്ക് ടോട്ടൽ 60 പീപ്പിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 60 പേരിൽ എത്ര പേർക്ക് ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കാൻ അറിയും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ എത്ര പേർക്കാണ് ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കാൻ അറിയുന്നത്? കാരണം ഈ 20 പേര് എന്ന് പറയുന്നത് ഇവർക്ക് 2 ലാംഗ്വേജും അറിയാം. ഓക്കെ. അപ്പോൾ അതിൽ 20 പേര് സംസാരിക്കുന്ന ആൾക്കാർക്ക് എന്തറിയാം? ഈ 2 ലാംഗ്വേജും അറിയുന്നവരാണ്. നമുക്ക് ഒരു ലാംഗ്വേജ് എങ്കിലും അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ ഈ ബാക്കി പുറത്ത് നിൽക്കുന്ന മലയാളം 20 പേർക്ക്, മലയാളം മാത്രമേ 20 പേർക്കേ അറിയുള്ളൂ. 15 പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 20ഉം 15ഉം അതാണ് നമ്മളിവിടെ കാണിച്ച 15ഉം 20ഉം 35 പേർക്കാണ് ഒരു ഭാഷയെങ്കിലും അറിയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് പേഴ്സൺസ് കനോട്ട് സ്പീക്ക് എനി ലാംഗ്വേജ്, ഒരു ലാംഗ്വേജും അറിയാത്തവർ എത്ര പേര്? അപ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ ക്ലിയർ ആണ്. ഇതിൽ ഉള്ള ഈ 15ഉം 20ഉം 20ഉം, അതായത് 20 20 40 10 55 പേർക്ക് എന്തായാലും 1 2 ഭാഷയൊക്കെ അറിയാം ടോട്ടലി. നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ എത്ര പേര്? 60 ആളുകളുള്ളത്. ആ 60ൽ ഈ 55 പേർക്ക് 1 2 ഭാഷകൾ അറിയാം. അപ്പം ബാക്കി 5 പേർക്ക് എന്താ?
ഒരു ഭാഷയും അറിയില്ല എന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് 60 മൈനസ് 55 ഈക്വൽ ടു 5. അപ്പോൾ 5 പേർക്ക് എന്തറിയില്ല? ഒരു ലാംഗ്വേജും അറിയില്ല. ഒരു ലാംഗ്വേജ് എങ്കിലും അറിയുന്ന 35 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, ഇങ്ങനെയും നമുക്കിത് ഈ ഒരു മെത്തേഡിലും ചെയ്യാം. വെൻ ഡയഗ്രാം വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. ഇനി നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഇയർ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സും എക്സ് വൈയും എക്സ് സ്ക്വയറുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു എസ് എ ക്വസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്രാവശ്യം തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇയർ എടുത്ത് എഴുതി. അതിൽ നമ്മൾ ഒരു ഇയറിനെ നമ്മൾ ബേസ് ആക്കി എടുക്കുന്നത് 2009 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓരോ വർഷവും ഇതിൽ നിന്ന് ഈ സെലക്ട് ചെയ്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 2006 മൈനസ് 2009 എത്ര വർഷം വരും? -3. 2007 നിന്ന് 9 കുറയ്ക്കുമ്പോൾ -2. 2008 നിന്ന് 9 കുറയ്ക്കുമ്പോൾ -1. 2009 ആകുമ്പോൾ 0. പിന്നെ എല്ലാം കൂടിയിട്ടാണ് വരിക. 2010 മൈനസ് 2009. അപ്പോൾ ആ ഇക്വേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ടി മൈനസ് 2009 ആണ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നതാണ് ഈ വർഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ 0 വന്നു ടോട്ടൽ. പിന്നെ എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യണം. എക്സും വൈയും കൂടി പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ആണ്, ഇപ്പോൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റിന് തന്നത് വൈ ആണ്. അവ തമ്മിൽ ഇൻറ്റു ചെയ്താണ് ഈ കോളം. അതിൻ്റെ ടോട്ടൽ കണ്ടു. ഇവിടെ ഇത്രയും മൈനസും ഉണ്ട്, ഇത്രയും പ്ലസ് സൈനുകളുമാണ്. അപ്പോൾ ഇവ തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക. ഈ 3 നെഗറ്റീവ് തമ്മിൽ ആഡ് ചെയ്ത് വെക്കുക, 3 പോസിറ്റീവ് തമ്മിൽ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് ഏറ്റവും വലിയ സംഖ്യ ഏത് ഭാഗത്താണ് വരിക? പോസിറ്റീവിൻ്റെ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 308 എന്നുള്ള പോസിറ്റീവ് ഫിഗറാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത കോളം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഈ സ്ക്വയർ എടുത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ 28 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്നുള്ളത്. അപ്പോൾ സിഗ്മ വൈ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എൻ എ ബി സിഗ്മ എക്സും ആൻഡ് സിഗ്മ എക്സ് വൈ കാണാൻ എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ കാണാൻ എന്ത് ചെയ്താൽ മതി? സിഗ്മ വൈ ബൈ എൻ ആണ്. ബി കാണാനോ സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എ എത്രയാണ്? 595/7. അപ്പോൾ 85 കിട്ടി. ബി എന്ന് പറയുന്നത് 308/28 11 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായി മാറി? y ഈക്വൽ ടു 85 + 11 എക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ എക്സിനാണ് നമ്മൾ വിലകൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ ചെയ്ത ആ വിലകളെല്ലാം എക്സിന് കൊടുക്കാനുള്ള വിലകളാണ്. അതായത് ഈ -3 -2 ഇതെല്ലാം എക്സിന് കൊടുക്കാനുള്ള വിലകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്വേഷനിൽ എക്സിന് നമ്മൾ ആദ്യം കൊടുക്കുക -3. നമുക്ക് അങ്ങനെയല്ല വാല്യൂ കിട്ടിയത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഓരോ എക്സ് വാല്യൂവും കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടി. അതായത് എക്സിന് -3 ആണെങ്കിൽ y ഈക്വൽ ടു 85 + 11 ഇൻറ്റു -3. അപ്പോൾ 85 + 11 ഇൻറ്റു 3 33. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -33. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചേർക്കാനില്ല. ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോ വാല്യൂസും കൊടുത്തു. ഇനി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 2013 വാല്യൂ 2015 വാല്യൂ കാണാൻ പറഞ്ഞത്. അപ്പോൾ 2013 പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 2012 വരെ ഉള്ളത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. നമുക്ക് 2012 വർഷം വരെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് 3 ആണ് വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ 2013 അതിൻ്റെ വാല്യൂ എത്രയാവും? 4 ആവും. 2015 എത്രയാവും? 5 ആവും. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇവിടുത്തെ വാല്യൂ കണക്കാക്കുന്നത്. 2013 എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ആ 4 എന്നുള്ള വില ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 129 കിട്ടി. 2015 ആവുമ്പോൾ എക്സിൻ്റെ വില 13 4 ആണ്. അപ്പോൾ 14 എത്ര വരും? 5 വരും. ഇവിടെ നമ്മളത് കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ 15 നമ്മൾ വാല്യൂ എടുത്തു. അങ്ങനെയാണെങ്കിൽ 6 ആയിരിക്കും 15 വാല്യൂ. അപ്പോൾ എക്സിന് ആ വാല്യൂ കൊടുത്തു. നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ 151. ഇത്രയാണ് 21ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യനും ഓൾറെഡി ടെക്സ്റ്റിൽ ഉള്ളതാണ്. അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനാണ് പറഞ്ഞത്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. e⁻⁻4 ഇൻറ്റു 4⁻x എന്ന് പറഞ്ഞാൽ e⁻⁻4 ഓൾറെഡി നമുക്ക് ഉള്ള വില നമുക്കറിയാം. ഇതാണ് വില. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ
4 ആക്സിഡൻസ് എന്നാണ് പറഞ്ഞത്. ലെസ് ദാൻ 4 ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കണം? 0 കൊടുക്കണം, 1 കൊടുക്കണം, 2 കൊടുക്കണം, 3 കൊടുക്കണം. 4 താഴെ പറയുമ്പോൾ 3 എണ്ണം വരും. ഇനി ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ വാല്യൂസ് കൊടുത്തത് മാത്രം ചെയ്യുക. അത് മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. ആദ്യത്തെ 0 കൊടുക്കുമ്പോൾ 0 തന്നെയാണ്, 1 കൊടുക്കുമ്പം ഈ പോയിന്റ് ആണ് വരുന്നത്. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 എന്നുള്ള പോയിന്റ് ആണ്. 3 കൊടുക്കുമ്പോഴുള്ള വാല്യൂ 10.6. ഇനി ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത വാല്യൂവിനെ എന്ത് ചെയ്യണം? e⁻⁻4 എന്നുള്ള വാല്യൂ എത്ര? ഇതല്ലേ, ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.3410 എന്ന് പറയുന്നത്. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇനി 24th നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ സെക്ഷൻ സി ആണ്. അത് നമ്മൾ തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. കോറിലേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ 25th ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും വൈ ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയും 6 കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് വൈ കാണാനാണ് പറഞ്ഞത്. എക്സിൻ്റെ വാല്യൂ 24 ആവുമ്പോൾ വൈ എത്രയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ 25ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുപിടിക്കേണ്ടത്, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ BY(x)ഉം BXY ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. BY(x) ആകുമ്പോൾ 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് 6 എന്ന് പറയുന്നത് 0.7 ആണ്, ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് പറഞ്ഞാൽ 3/4. അപ്പോൾ നമുക്ക് ചെയ്യുമ്പം 0.525 കിട്ടി. BXYയും ഇതേപോലെ ചെയ്യുക. 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ 0.7 ഇൻറ്റു 4/3. അപ്പോൾ നമുക്ക് 2 വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. വൈ ഓൺ എക്സ് ആണ് കാണേണ്ടത്. വൈ ഓൺ എക്സ് കാണുമ്പോൾ y മൈനസ് വൈ ബാർ ഈക്വൽ ടു BY(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ആ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുക. വൈ മൈനസ് വൈ ബാർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. BY(x) നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ അറിയില്ല. എക്സ് ബാർ ഓൾറെഡി 20 തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് y എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് 0.525x പ്ലസ് 4.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് അടുത്ത ലൈൻ എക്സ് ഓൺ വൈ ആണ്. ഇതേപോലെ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് 20 എല്ലാ വാല്യൂസും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BXY നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ BXY ഇൻറ്റു വൈ മൈനസ് 15 ആണ്. പിന്നെ എക്സ് മൈനസ് 20 ഈക്വൽ ടു 0.933 y മൈനസ് 13.995. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുന്ന വാല്യൂസ് ആണ് ഇതെല്ലാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.993y പ്ലസ് 6.005. അപ്പോൾ ഇവിടെ എക്സും വൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് തന്ന ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ വില 24 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏത് ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? എക്സിൻ്റെ വില തന്നതുകൊണ്ട് ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 24 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ വൈ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ അവിടെ 24 ഇട്ട് കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 17.1 എന്ന് പറയുന്നത്. അതായത് ചെറിയ വേരിയേഷൻസ് ഒക്കെ പോയിന്റിലുണ്ടാവും. അത് നിങ്ങൾ കണക്കാക്കണ്ട. കാരണം നമ്മൾ കുറച്ചും കൂടി സ്ഥാനം എടുക്കുന്നതിൻ്റെ വ്യത്യാസത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എക്സിന് 24 ആവുമ്പം വൈയുടെ വാല്യൂ 17.1. ക്ലിയർ ആയില്ലേ? ഇതാണ് 25th essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 26th ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ആ 2 ക്വസ്റ്റ്യൻസ് കൂടി ഇവിടെ കാണിക്കാം. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 27th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ പോയിന്റ്സും തന്നിട്ട് 4 ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്മോഡിറ്റി എല്ലാം എഴുതി ഒരു സൈഡിൽ P0 തന്നിട്ടുണ്ട്, P1 ഉണ്ട്, Q0 ഉണ്ട്, Q1 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? P1 Q0 കാണുക, P0 Q0 കാണുക, P1 Q1 കാണുക, P0 Q1 കാണുക, എല്ലാം കാണാം. അതായത് P1 Q0 പറഞ്ഞത് P1 ഇൻറ്റു Q0 ഓരോന്ന് ഇൻറ്റു ചെയ്തിട്ടുള്ളതിന് ലാസ്റ്റ് നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ലാസ്റ്റ് പേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. നമുക്കിവിടെ എല്ലാ വാല്യൂസും ഉണ്ട് ഓൾറെഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ പറഞ്ഞ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ലാസ്റ്റ് പേഴ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. പാസ്റ്റയുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൗളീസിൻ്റെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ 115.245. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മെത്തേഡാണ് ആരുടെ ഫിഷേഴ്സിൻ്റെ മെത്തേഡ്. കാരണം ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ ആ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു, റൂട്ട് കണ്ടു, ലാസ്റ്റ് ഇൻറ്റു 100 കൂടി ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 115.519 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 27th വരുന്ന എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്, അതായത് 26ാമത്തെ ക്വസ്റ്റ്യനും 22ാമത്തെ ക്വസ്റ്റ്യനും ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലത്തെ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ആർ ഈക്വൽ ടു 0.6 ആൻഡ് n ഈക്വൽ ടു 64 ആണ്. ഫൈൻഡ് പ്രോബബിൾ എറർ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ r 0.6 ആണെങ്കിൽ പ്രോബബിൾ എറർ കാണാനുള്ള ഇക്വേഷൻ 0.6745 × 1 - r²/√n ആണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ ഇവിടെ ഫിക്സഡ് ഉള്ളതാണ്. 1 - r² എന്ന് പറയുന്നത് 0.6ൻ്റെ സ്ക്വയർ ആണ്. 0.6 × 6 എത്ര? 36 ഡിവൈഡഡ് ബൈ √n എന്ന് പറയുന്നത് n 64 ആണല്ലോ. അപ്പോൾ √64 എന്ന് പറയാം. അപ്പോൾ √64 പറഞ്ഞാൽ എത്ര? 8 ആണ്. മറ്റത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0.6745 ഇൻറ്റു 1 കൊണ്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണ്. പിന്നെ 0.36 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് ബാലൻസ് 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 0.054 എന്നുള്ളതാണ് നമുക്ക് പ്രോബബിൾ എറർ കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ 1 - r² ഡിവൈഡ് ബൈ √n ആണ്. അപ്പോൾ അവിടെ 1 - r² എന്ന് പറയുന്നത് 36 ആണ്. ഡിവൈഡഡ് ബൈ √n പറഞ്ഞാൽ √64 ആണ്. അപ്പോൾ 1 - 36 എന്ന് പറയുമ്പം -35 ഡിവൈഡഡ് ബൈ 8 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.08 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇതിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഇവിടെ തന്നിരിക്കുന്നത് 14.5 ഉം 15.5 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് 15 ആണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ മിഡ് വാല്യൂ എടുത്തിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സീരീസ് ആയതുകൊണ്ട് ഇവിടെ മിഡ് വാല്യൂ എടുത്ത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര പോലും നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. ഡയറക്റ്റ് ഈ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസും റെഗുലർ പ്ലേയേഴ്സ് തരുമ്പം അതിൽ നമ്മൾ പ്ലേയിങ് ഹാബിറ്റ് പെർസെൻറ്റേജിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ നമ്പർ ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100 ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ആ വ്യത്യാസമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്ന വാല്യൂ തന്നെയാണ്, ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആണ്. ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, ഇത് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ കയ്യിൽ 15, 16, 17, 18 പറഞ്ഞാൽ തന്നിരിക്കുക. അതിന് എക്സ് ആയിട്ട് നമ്മളിവിടെ എടുക്കുക. പിന്നെ വൈ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ഓരോ റെഗുലർ പ്ലേയേഴ്സ്, അതായത് ഇപ്പം ആദ്യത്തെ 200/250 × 100 ചെയ്യുക. അപ്പോൾ 80% കിട്ടും. 150/200 × 100 ചെയ്യുമ്പോൾ 75 കിട്ടും. അങ്ങനെയാണ് ഈ വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡേവിയേഷൻ എടുത്ത് ചെയ്യണം. കാരണം കുറച്ച് വലിയ നമ്പറുകളാണ് അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ചെറുതാക്കിക്കൊണ്ട് ചെയ്യാം. എക്സിനെ 18 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ x - 18 പറഞ്ഞാൽ 15 - 18 -3, 16 - 18 -2 അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്തിട്ട് -3 കിട്ടിയിട്ടുണ്ട്. വൈയും ഇതേപോലെ ഇവിടെ 50 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൈനസ് ചെയ്യുന്ന പോലെ ചെയ്യാം. 50 എന്ന് പറഞ്ഞ നമ്പർ ഇതിലില്ല, നമുക്ക് അസ്യൂം ചെയ്യാം, ഏത് വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 0 ആയിട്ട് വരുന്നുണ്ട്. കാരണം ഏകദേശം ഇവിടെ 18 15 അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 ഒക്കെ എടുക്കുന്ന സമയത്താണ് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് പോകുന്നത് ആൻസേഴ്സ് എല്ലാം. പിന്നെ dx dy കാണാൻ പറയുമ്പോൾ എക്സും വൈ തമ്മിൽ ഇൻറ്റു ചെയ്ത് dx² പറഞ്ഞാൽ dxൻ്റെ സ്ക്വയർ, dy² എന്ന് പറയുമ്പോൾ വൈൻ്റെ സ്ക്വയർ, അതിൻ്റെ എല്ലാം ടോട്ടൽ നമ്മൾ കണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. r = n sigma dx dy minus sigma dx into sigma dy divided by
root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square എന്നുള്ള ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ഓരോ വാല്യൂ ഇപ്പോൾ നമ്മളവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? ആ വാല്യൂസ് എല്ലാം ഇതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസറാണ് -99 എന്നുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റിലത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അതുപോലെ വന്നിട്ടുണ്ട്. അതേപോലെ 2-3 മോഡൽസും ഇതേപോലെ തന്നെ. അപ്പോൾ ആ വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ആ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അതേപോലത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അതാണ് ടെക്സ്റ്റ് ബുക്കുമായിട്ട് അത്രയും നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒട്ടും തന്നെ നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ തന്നെ 4th സെമസ്റ്ററിൻ്റെ എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള സെമസ്റ്ററുകളിൽ 5th ഉം 6th ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഉള്ള സപ്പോർട്ടുകളെല്ലാം പ്രോബ്ലം പേപ്പറുകളും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആക്കുന്ന ലെവലിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് 4th സെമസ്റ്ററിൻ്റെ നിങ്ങളുടെ ഈ പരീക്ഷ കഴിഞ്ഞതിൻ്റെ വാല്യുവേഷൻ ജൂലൈ 22-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ക്യാമ്പിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ സബ്ജക്ട്സിൻ്റെ ആൻസർ കീ ഒക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഞാൻ എന്തായാലും അന്നേരം ഷെയർ ചെയ്യാം. ഇപ്പോൾ QT കുറേ പേര് ഇങ്ങനെ ഒന്ന് പ്രോബ്ലം ചെയ്തിടുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി സമയവും കൂടിയിട്ട് കളയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മാത്രം ഒന്ന് ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സമയത്ത് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി രണ്ടാമത് ആർക്കെങ്കിലുമൊക്കെ എഴുതേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ സപ്ലി ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഹെൽപ്പായി മാറും. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കൂടി ആ സമയത്ത് ഇടാം. ഓക്കെ. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെ 5th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അത് കഴിയുമ്പോഴേക്കും, കാരണം ഇപ്പം നിങ്ങൾക്ക് 2nd സെമസ്റ്ററിലെ കുട്ടികൾക്കുള്ള എക്സാം ഈ വരുന്ന ജൂലൈ 8-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ മുതൽ അവർക്കുള്ള സബ്ജക്റ്റിൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ. അപ്പോൾ അതിൽ സപ്ലി ഉള്ള കുട്ടികൾ 4th സെമ്മിലുണ്ടെങ്കിൽ 2nd സെം എഴുതുന്നവരുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ക്ലാസ് എല്ലാം ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഞങ്ങളുടെ 2 സബ്ജക്റ്റ് ഇതിലുണ്ട്, ഫുൾ ക്ലാസ് ഉണ്ട്. ഇനി നാളെ മുതൽ തന്നെ ഇതേപോലെ തന്നെ എൻ്റെ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ക്യാമ്പ് വരുന്നത്, വാല്യുവേഷൻ ക്യാമ്പ് വരുന്നത്. അപ്പോൾ അന്നേരം ഞാനെല്ലാം കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ആൻസർ കീയോടുകൂടി ഇട്ട് തരാം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായാലും 5th സെമസ്റ്ററിൽ അപ്പോൾ നമ്മൾ 1-ാം തീയതി ക്ലാസ് തുടങ്ങാനാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇല്ലെങ്കിലും ഇവരുടെ ഈ എക്സാം ഏകദേശം നെക്സ്റ്റ് വീക്ക്, അതായത് 8-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-12-ാം തീയതിയോടുകൂടി അത് കഴിയും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് 5th സെമ്മിൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. താങ്ക്